ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഈ 8th സ്റ്റാൻഡേർഡ് തുടങ്ങി ആർട്ടിസ്റ്റും ആർട്ടും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളായിട്ടാണ് പോകുന്നത് അല്ലേ. ഫസ്റ്റ് ചാപ്റ്ററിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ചാപ്റ്ററിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു, തേർഡ് വന്നപ്പോൾ നമ്മളത് ഒരു മോണുമെന്റ് ആയി. ഇനി ഫോർത്ത് എന്താണ് നമ്മൾ കാണാൻ പോകുന്നത്? അപ്പം നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന കലകളെയൊക്കെ പുറത്തെടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്തെങ്കിലുമൊക്കെ ആവാമെന്ന്? അപ്പാർട്ട് ഫ്രം ദി സ്റ്റഡീസ് നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നിയോ? ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച് വന്നപ്പോൾ എന്തായാലും തോന്നണം കേട്ടോ. കാരണം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ലോൺലിനെസ്സും എന്തെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ റെഗുലർ മെക്കാനിക്കൽ ലൈഫിൽ നിന്ന് ജസ്റ്റ് ഒരു മാറ്റം വേണ്ടി വന്നാൽ നമുക്ക് എങ്ങും പോകണ്ടല്ലോ, നമുക്ക് നമ്മളിലോട്ട് തന്നെ തിരിഞ്ഞാൽ മതിയാവും. സോ എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആർട്ടിസ്റ്റ് ആണോ, പിന്നെ എന്താണ്, നിങ്ങൾ വായിക്കാൻ ഇഷ്ടമുള്ളവരാണോ, എഴുതാനാണോ, ഡാൻസേഴ്സ് ആണോ, പാട്ടുകാരാണോ, എന്താണെങ്കിലും വാട്ട് എവർ യു ഹാവ് ഇൻ യു എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അനദർ ഇൻട്രസ്റ്റിംഗ് വൺ ആണ്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇന്നത്തെ കാലഘട്ടവുമായി മിങ്കിൾ ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ബാക്കിയൊക്കെ നമുക്ക് ജാപ്പനീസ് സ്റ്റോറീസ് ആയിരുന്നില്ലേ. പിന്നെ വന്നത് താജ്മഹലുമാണ്, അതും കുറേ പഴയതായിരുന്നു. ഇനി നമ്മൾ MJ എന്ന് പറയുന്ന, ആരാണ് MJ? അറിയാവോ MJ ആരാണെന്ന്? മൈക്കൽ ജാക്സൺ അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. വളരെ ഫേമസ് പേഴ്സണാലിറ്റിയാണ്. ലയണൽ റിച്ചിയുണ്ട്. സോ ഈ രണ്ടുപേരുടെയും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിലൂടെ? ഇതൊരു പോയമാണ്. സോ ഈ പോയത്തിൽ എന്താണ് നമ്മളോട് പറയാനുള്ളത് എന്നാണ് പഠിക്കാൻ പോണത്. സോ വി വിൽ സീ വാട്ട് ഇറ്റ് ഹാസ്. ഓക്കെ, സോ നമുക്ക് എന്താന്ന് നോക്കാം. വി ആർ ദ വേൾഡ്, നമ്മൾ ലോകമാണെന്ന്. നമ്മളാണോ ലോകം? എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. വലിയ ആൾക്കാരാണ് പറയുന്നത്. വി ആർ ദ വേൾഡ്, ക്യാൻ ആർട്ട് സേവ് എ വേൾഡ്? ഒരു കലക്ക് ഭൂമിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ലോകത്തെ രക്ഷിക്കാൻ പറ്റുമോ? ഒരു കല കൊണ്ട് ഭൂമിയെ രക്ഷിക്കാൻ, ലോകത്തെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റുമായിരിക്കും. കാരണം നമ്മളോട് ഇവർ പറയുമ്പോൾ, ലൈക്ക് നമ്മളുടെ പൊളിറ്റീഷ്യൻസ്മാർ പറയുമ്പോൾ എന്താണ് അവർ പറയുമ്പോൾ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ പൊളിറ്റീഷ്യൻസിനെതിരെ സംസാരിക്കണമല്ല, അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും, അത് ആക്ഷൻസും വേർഡ്സും തമ്മിൽ മിങ്കിൾ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട് അല്ലേ. പൊളിറ്റീഷ്യൻസ്മാർ പലതും വാഗ്ദാനങ്ങളാണ് തരുന്നത്, അവർ മിക്കപ്പോഴും ചെയ്യാറില്ല. അതേസമയം ഇപ്പം നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഓരോ ഫിലിം ആക്ട്രസും അവരൊക്കെ കുറേ ഫണ്ട് നമുക്ക് തന്നിരുന്നു. ഇപ്പോൾ പ്രളയകാലത്ത് ടൊവിനോ സഹായിച്ച പോലെ തന്നെ ഇല്ലേ. അങ്ങനെ കുറേ പേഴ്സണാലിറ്റീസ് ഹെൽപ്ഫുൾ മൈൻഡ് ഉള്ളവരുണ്ട്. സോ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ കലക്ക് ഭൂമിയെ, ലോകത്തെ രക്ഷിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ ചോദ്യം. എൻ്റെ അഭിപ്രായത്തിൽ പറ്റും. നമുക്ക് നോക്കാൻ പറ്റില്ലെന്ന്. Let us go through the following lyric composed by M. Jackson and Lionel Richie Jr. M. Jackson ആരാണ്? മൈക്കൽ ജാക്സൺ. അപ്പോൾ ഇനിയുള്ള ലിറിക്സ് എന്ന് പറയുന്നത് ഒരു പോയം എന്നുള്ള രീതിയിലെ അപ്പുറം ദാറ്റ് ഇസ് എ ലിറിക്സ് ഓഫ് എ സോങ്. അപ്പോൾ ആ ലിറിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് കമ്പോസ്ഡ് ബൈ മൈക്കൽ ജാക്സൺ ആൻഡ് ലയണൽ റിച്ചി ജൂനിയർ. These lines immortalize art which plays a vital role in changing the world. ഒരു പ്രധാന റോൾ ഉണ്ട്. അറിയാം എന്തിനാ? ഈ ലോകത്തിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി. ആ വരികളാണ് എന്തിലുള്ളത്? ഈ ലിറിക്സിലുള്ളത്, ഈ സോങ്ങിലുള്ളത് ആ വരികളാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അത്രയും മനോഹരമായി ഈ സോങ്. അതുകൊണ്ട് തന്നെയാണ് ഇമ്മോർട്ടലൈസ് ആർട്ട്. ആ കലയെ എന്താണ് അവിടെ അനശ്വരമാക്കുകയാണ്. ആ കലക്ക് എന്തുണ്ട് കഴിവ്? ഈ ലോകത്തെ മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. MJ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഈ ഭൂമി മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്, ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണ്. മരണം വാർത്ത കേട്ട് നടുങ്ങിയവരാണ് എല്ലാവരും തന്നെ ഇല്ലേ. അപ്പോൾ സോ നമുക്കറിയാം ആ ഇൻഫ്ലുവൻസ് എന്താണ്, നമ്മളുടെ മേത്ത് അവർക്കുള്ള സ്വാധീനം എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പലതും ചെയ്യാൻ പറ്റും എന്ന് ഞാനും ഒപ്പം ഈ പാഠവും നിങ്ങളോട് പറയുന്നത്. മനസ്സിലായല്ലോ? മൈക്കൽ ജാക്സൺ 1958 to 2009, 2009 മൈക്കൽ ജാക്സൺ മരിക്കുന്നത്. 1958 ജനിക്കുന്നത്. ആൻ അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, ഡാൻസർ ആൻഡ് ആക്ടർ. ഞാൻ പറയുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിൽ പറയുന്നതിൽ കൂടുതൽ നിങ്ങൾക്കറിയാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രമാത്രം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ അമേരിക്കൻ സിംഗർ, റൈറ്ററാണ്, ഡാൻസറാണ്, ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം.
മൈക്കൽ ജാക്സൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലോട്ട് ഓടി വരുന്ന കുറേ സോങ്സും കുറേ ഡാൻസും കുറേ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ക്യാപ്പ്, ആ കോട്ട്, ആ ഡ്രസ്സിങ് സ്റ്റൈല്, അല്ലേ, ആ ഹെയർ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ഇനി അടുത്ത ആളാരാന്ന് നോക്കാം. ലയണൽ റിച്ചി ജൂനിയർ, ദാറ്റ് ഈസ് 1949 ആണ്. ജീവനോടെ ഉണ്ട്, മരിച്ചിട്ടില്ല. സോ അതുകൊണ്ടാണ് അപ്പുറത്തെ ഡേറ്റ് ഇല്ലാത്തത്. ആൻ അമേരിക്കൻ സിംഗർ തന്നെയാണ്, സോങ് റൈറ്റർ, മ്യൂസിഷ്യൻ, റെക്കോർഡ് പ്രൊഡ്യൂസർ ആൻഡ് ആക്ടർ കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലയണൽ റിച്ചി ജൂനിയർ ഉണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിലാണ് നമ്മൾ ഈ സോങ്ങിനെ കാണുന്നത്. ഇറ്റ് ഇസ് സങ് ബൈ മൈക്കൽ ജാക്സൺ ആണ്. നമ്മൾക്കറിയാം മൈക്കൽ ജാക്സൺ പാടിയിട്ടുണ്ട്, ഒപ്പം ലയണൽ റിച്ചിയും. ഓക്കെ, ഇനി നമുക്ക് സോങ്ങിലോട്ട് പോകാം. ഈ സോങ്ങിന്റെ ഓരോ വരികളും വളരെ വളരെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ഇൻ എ സിമ്പിൾ ലാംഗ്വേജ്. സിമ്പിൾ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോളൂ. There comes a time when we heed a certain call, when the world must come together as one. There are people dying, and it's time to lend a hand to life, the greatest gift of all. We can't go on pretending day by day that someone, somewhere will soon make a change. We are all part of God's great big family. And the truth, love is all we need. Love is all we need. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞു, സിമ്പിൾ ലൈൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഫസ്റ്റ് സെക്ഷൻ. നമുക്ക് നോക്കാം അർത്ഥം എന്താണെന്ന്. There comes a time when we heed a certain call, when the world must come together. There are people dying, and it's time to lend a hand to life, the greatest gift of all. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തുമ്പോൾ ഒരു certain call വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. There will be a time when all of us hear a certain call, then the whole world will become one. അപ്പോൾ എന്തിനാണ് ഒരു കോള് വരുന്നത്? ആ കോൾ എന്ന് വെച്ചാൽ ഫോൺ കോൾ വരുന്നതല്ല, നമുക്കൊരു ഉൾവിളി വരും. എന്താ, ഈ ലോകം ഒന്നായി തീരണം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്നൊരു ഉൾവിളിയാണ് നമുക്ക് വരുന്നത്. Then the people go on dying, അല്ലേ? ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോരോ പ്രശ്നങ്ങളിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ഒന്നായിരിക്കണം. ഇറ്റ്സ് ടൈം ഫോർ us to give a helping hand. നമുക്കൊരു കൈ സഹായമായിട്ട് നിൽക്കാൻ പറ്റണം. which will be the best gift for the people suffering. ഒരു കഷ്ടപ്പെടുന്ന ഒരു ജനതയ്ക്ക് ഒരു കൈ സഹായമായി നമുക്ക് നിൽക്കാൻ പറ്റിയാൽ അതായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സഹായം, അല്ലേ? ഒരാൾക്ക് ഒരു ബെസ്റ്റ് ഗിഫ്റ്റ്, ഒരു കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്, മീൻസ് അന്നൊന്നും വേണ്ടി നിവർത്തിയില്ല, അല്ലെങ്കിൽ ഓപ്പറേഷന് പൈസയില്ല, എല്ലാവരും കൂടി ഇപ്പം നമുക്കറിയാം ഒരുപാട് പേര് സഹായഹസ്തങ്ങളുമായിട്ട് വരുന്നവരാ. സോ അങ്ങനെ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട്, എപ്പോഴും ഹെൽപ്പ് സ്വീകരിക്കുന്നവരാവാനല്ല, നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടും നമുക്ക് നിൽക്കാൻ പറ്റണം എന്നാണ് ആര് പറയുന്നത്? ഈ ലിറിക്സിൽ പറയുന്നത്. We can't go on pretending day by day that someone somewhere will soon make a change. എപ്പോഴും നമ്മുടെ വിചാരം എന്താണ്? ഇതൊന്നും എൻ്റെ റെസ്പോൺസിബിലിറ്റീസ് അല്ല, ആരെങ്കിലും ചെയ്തോളും, അവരെ മാറ്റിക്കോളും, ഇതിന്റെ മുകളിലുള്ള ആൾക്കാരുണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ട്, അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. കണ്ണാൻ കുഞ്ഞിനും തന്നാലായത് എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് പറ്റുന്നത് ചെയ്യാൻ നമുക്ക് പറ്റണം, അല്ലാതെ ഞാൻ മറ്റുള്ളവർ ചെയ്യും മാറ്റം വരും എന്ന് നോക്കിയിരിക്കാനല്ല പറയുന്നത്. We can't go on pretending day by day that someone somewhere will soon make a change. അപ്പം നമ്മൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരിക്കലും പോകരുത്, നമ്മൾ പ്രിറ്റൻഡ് ചെയ്യരുത്. ലെറ്റ്സ് സ്റ്റോപ്പ് ആക്ടിങ്, അല്ലേ? നമ്മൾ ആ ഒരു ചിന്തയൊക്കെ വെടിഞ്ഞ് മൊത്തത്തിൽ നമ്മളായിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഈ വരികൾ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത്. We all are a part of God's great big family, and the truth, love is all we need. Love is all we need. മനസ്സിലായല്ലോ? നമ്മൾ ഈ ദൈവത്തിന്റെ ഒരു ബിഗ് ഫാമിലിയാണ്. എൻ്റെ ഫാമിലി ഏതാണെന്ന് എനിക്കറിയാം, നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്കും അറിയാം. പക്ഷെ പറഞ്ഞു വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ ഫാമിലിയിലുള്ളവരാ, ഗോഡിന്റെ ആ ബിഗ് ഫാമിലിയിലുള്ളവരാ. സോ സത്യം എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരൊറ്റ കാര്യമാണ്. വാട്ട് ഇസ് ദാറ്റ് തിങ്? ലവ്. ലവ് ഇസ് വാട്ട് വി നീഡ്, അല്ലേ? അടുത്ത പോയവും നമ്മളോട് പറയുന്നത് പ്രണയത്തിനെ കുറിച്ചാണ്. പ്രണയമല്ല, സ്നേഹത്തെ കുറിച്ച്. പ്രണയം എന്ന് പറയുന്നത് ഒരു ബോയ്ക്ക് ഗേളിനോട് തോന്നുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ, സ്നേഹം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഭൂമിയെ നിലനിർത്തുന്ന ഒന്ന്, അല്ലേ? അപ്പോൾ സ്നേഹം ആണ്. ലവ് ഇസ് ഓൾ ദാറ്റ് വി നീഡ്. അതുമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് സ്നേഹമില്ല, നമുക്ക് എല്ലാം ഉണ്ട്, സ്നേഹിക്കാൻ ആരും ഇല്ലെങ്കിൽ തീർന്നില്ലേ? സോ all of us are part of the world. Love is all what we needed,
ആൻഡ് ഓൾ ഓഫ് us know that it is the truth. നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വേണ്ടത് സ്നേഹമാണ് എന്ന്. ക്ലിയർ? അപ്പൊ ഇത്രയും പാട്ട് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു സിമ്പിൾ ലൈൻസ് ആണ്. ഇനി നെക്സ്റ്റ് ലൈൻസ് എന്താന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ലൈൻസിലോട്ട് പോവാണ്. We are the world, we are the children, we are the ones who make a brighter day. So let's start giving. There is a choice we are making. We are saving our own lives. It's true, you'll make a better day, just you and me. Send them your heart so they will know that someone cares, and their lives will be stronger and free, as God has shown us by turning stone to bread. So we all must lend a helping hand. So in this poem, the poet, the lyrics are so wonderful, അല്ലേ? ഞാൻ പറഞ്ഞു it is very beautifully written. അല്ലേ? നമുക്ക് ഓരോ വരിയും വായിക്കുമ്പോൾ മനസ്സിലാവും. We are the world, നമ്മളാണ് ലോകം. We are the children, നമ്മളാണ് ഈ ഭൂമിയുടെ അവകാശികളും മക്കളും. We are the ones who make a brighter day, നമ്മൾ തന്നെയാണ് ഈ ലോകത്തെ പ്രകാശിതമാക്കേണ്ടത്. So let's start giving. അതുകൊണ്ട് തന്നെ നമുക്ക് കൊടുത്തു പഠിക്കാം, നമുക്ക് കൊടുക്കാൻ പഠിക്കാം, വാങ്ങിക്കാനല്ല, കൊടുക്കാൻ. Understood? We are the world and we are the children. We should make the world brighter, so we must start giving. മനസ്സിലായല്ലോ? നമ്മളാണ് ഈ ലോകത്തിലുള്ളത്, നമ്മളാണ് ഈ ലോകം, നമ്മളാണ് ഈ ലോകത്തിന്റെ മക്കള്, നമ്മളാണ് ഈ ലോകത്തിനെ വെളിച്ചമുള്ളതാക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത് കൊടുത്തു തുടങ്ങുക എന്നാണ് ഈ ലിറിക്സിൽ സൂചിപ്പിക്കുന്നത്. വണ്ടർഫുൾ ലൈൻസ് ആണ്. ഇതൊരു സോങ് ആണ് കേട്ടോ. മിസ് ഇത് പറയണ പോലെ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സോങ് ആയിട്ടാണ് നമ്മളിത് കേൾക്കുന്നത്. ക്ലിയർ? There is a choice we are making. We are saving our own lives. It is true, we'll make a better day, just you and me. അപ്പോൾ നമ്മൾ ഇത് കേൾക്കുമ്പോൾ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ എന്താ ചെയ്യുന്നത്? We are going to start giving, അല്ലേ? നമ്മൾ ഒരാൾക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം കൊടുക്കുമ്പോൾ don't think that it is a loss for you. നമുക്കത് നഷ്ടമല്ല, ഒരിക്കലും അല്ല നഷ്ടം. നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അങ്ങനെ കൊടുക്കുമ്പോൾ ആ ചോയ്സ് നമ്മൾ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ജീവനെ തന്നെ രക്ഷിക്കുന്നത്. കാരണം എങ്ങനെയാണെന്നറിയോ? നമ്മൾ ഇന്ന് ഒരാളെ സഹായിക്കുമ്പോൾ നാളെ നമുക്കൊരു അപകടഘട്ടം വരുമ്പോൾ നമ്മളെ സഹായിക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല, പ്രതീക്ഷിച്ചല്ല ചെയ്യേണ്ടത്, ഒന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് നമ്മളൊരു സഹായം ചെയ്യേണ്ടത്. വേണ്ട, ദൈവം ഉണ്ടാകും. ക്ലിയർ അല്ലേ? സോ ലെറ്റ് us start giving എന്നാണ് ഇവിടെ ലിറിക്സിൽ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് ടേക്കിംഗ്, ഓൾവേസ് യു ഹാവ് ടു ഗീവ്. ഇറ്റ് ഇസ് ട്രൂ, വിൽ മേക്ക് എ ബെറ്റർ ഡേ, ജസ്റ്റ് യു ആൻഡ് മീ. നമ്മൾ ഒരു ദിവസം ഈ ലോകത്തിലെ ഈ ദിവസങ്ങളെല്ലാം മനോഹരമാക്കും. ആരാണ്? ഞാനും നീയും ചേർന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ഞാനും നീയും എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ ഞാനും നീയും വരും. കുറേ ഞാനും നീയും വരുമ്പോൾ ഈ ലോകത്തിൽ എല്ലാവരുമായി, അവരെല്ലാവരും കൂടി ചേർന്ന് എന്താവും? ഈ ലോകം ഏറ്റവും മനോഹരമുള്ളതാക്കി തീർക്കും എന്നാണ് ലിറിക്സ് പറയുന്നത്. അണ്ടർസ്റ്റുഡ് അല്ലേ? മനസ്സിലാവുന്നതല്ലേ? വ്യക്തമല്ലേ? അപ്പോൾ ഈ ചെറിയ പോയത്തിലൂടെ, ഈ ചെറിയ ലിറിക്സ്, ഈ ചെറിയ സോങ്ങിലൂടെ മൈക്കൽ ജാക്സൺ ആൻഡ് ലയണൽ റിച്ചി സൂചിപ്പിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്, ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ് ദാറ്റ് ദേ സേ. നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം, നമ്മൾ കൊടുക്കാൻ പഠിക്കണം എന്നാണ് പറയുന്നത്. സമ്പാദിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, സ്വയം ചെലവഴിക്കാനും പഠിച്ചാൽ പോരാ, അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി എങ്ങനെ ചെലവഴിക്കാം എന്നുകൂടി നമ്മൾ പഠിക്കണം. മനസ്സിലായില്ലേ? Send them your heart so they will know that someone cares, and their lives will be stronger and free. നമ്മൾ നമ്മുടെ ഹൃദയം അവർക്ക് കൊടുക്കാം. ഹൃദയം കൊടുക്കാന്ന് പറയുമ്പോൾ കെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലാവും, ഈ ലോകത്ത് ആരെങ്കിലും എന്നെ കെയർ ചെയ്യുന്നവരുണ്ട്. ഒരാൾക്ക് പാടില്ല, അയാളോടൊന്ന് സുഖവിവരം അന്വേഷിച്ച് നോക്കിയേ. സുഖമാണോ? എന്ത് പറ്റി? 2 ദിവസം കാണാനില്ല. നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിലെ ഒരു കുട്ടി 2 ദിവസം വന്നില്ല. നിങ്ങൾ ആ പിറ്റേ ദിവസം ആ കുട്ടി വരുമ്പോൾ എന്ത് പറ്റി? 2 ദിവസം കണ്ടില്ലല്ലോ. ജസ്റ്റ് ആസ്ക് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, എന്നിട്ട് ആ മാറ്റം ഒന്ന് നോക്കിയേ. ദാറ്റ് വിൽ ബി എ വണ്ടർഫുൾ ചേഞ്ച്. നിങ്ങൾ വരുത്തുന്ന ആ ചേഞ്ച് അവിടെ മനോഹരമായിരിക്കും. അപ്പോൾ ആ കുട്ടി ഓർക്കും, ഓ, ഞാൻ ഈ ക്ലാസ്സിൽ വന്നില്ല എങ്കിൽ എന്നെ ശ്രദ്ധിക്കാൻ ആളുണ്ട്, എന്നെ കെയർ ചെയ്യാൻ ആളുണ്ട് എന്നുള്ള ആർക്കും വേണ്ടാത്തതായി ജീവിക്കുക എന്നതിൽ പരം എന്താണ് ഇതില്ല, നഷ്ടം നമുക്ക് ഈ ലോകത്തില്ല. ഒരാൾക്കും നമ്മളെ വേണ്ട എന്ന ചിന്ത വരുത്തുന്ന വിപത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഓക്കെ, അപ്പൊ സോ നമുക്കൊരു പ്രതീക്ഷ കൊടുക്കാൻ മറ്റുള്ളവർക്ക്. എന്താണ്? നിങ്ങളെ ആവശ്യമുണ്ട്, എനിക്ക് ആവശ്യമുണ്ട് നിങ്ങളെ എന്ന്. ഓക്കെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്നുള്ളത്. എല്ലാ ഇഷ്ടത്തിനും ഒരൊറ്റ അർത്ഥമല്ല, പല ഇഷ്ടങ്ങളും പല അർത്ഥങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ജീവിതം സ്ട്രോങ്ങർ ആയിരിക്കും. കാരണം ഒരു സപ്പോർട്ടിന് ഒരാളെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ തോന്നും. ഒറ്റപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ വേദനയാണ്.
ഓക്കെ, അപ്പോൾ അവർ സപ്പോർട്ടുള്ളവരാകും, സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാവും, അവർ ഫ്രീ ആകും, കുറച്ചും കൂടി സ്ട്രെസ് ഫ്രീ ആകും. അണ്ടർസ്റ്റുഡ്? അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സൂയിസൈഡൽ കേസസ് ഒക്കെ നമുക്ക് വളരെയധികം കുറക്കാൻ പറ്റും. കേൾക്കാൻ ആളില്ലാത്തതാണ് ഏറ്റവും വലിയ ദുഃഖം, അല്ലേ? നമ്മൾ പറയുന്നത് കേൾക്കാനില്ല. എല്ലാവർക്കും പറയാനാണ് ഇഷ്ടം, ആരെങ്കിലും കേൾക്കാനും വേണ്ടേ, അല്ലേ? കേട്ടിട്ടില്ലേ? കേൾക്കാനും വേണം. സോ ആരുടെയെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളൊന്ന് കേട്ട് നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ഗീവ് യു ഗുഡ് റിലീഫ് ടു. നമുക്കും അതൊരു മനസ്സിൻ്റെ ഇതാണ്. ലൈക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാവുക എന്നുള്ളൊരു അർത്ഥമുണ്ട് അതിന്, ഇല്ലേ? അപ്പോൾ സോ അതാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ഉദ്ദേശിക്കുന്ന ലൈൻസിൽ പറയാതെ പറയുന്ന എല്ലാ കാര്യങ്ങളും അതൊക്കെ തന്നെയാണ്. ക്ലിയർ? ഒരു നഷ്ടവും ഇല്ല കേട്ടോ. അപ്പോൾ ഗിവ് യുവർ ഹാർട്ട്സ് ടു ദ സാഡ് പീപ്പിൾ, then they will understand that we care for them. Thus their lives become stronger. They will be free. Understood? വളരെ സിമ്പിൾ ലൈൻസ് ആണെന്ന് ഞാൻ പിന്നെയും പറയുകയാണ്. അത്രയും ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേക്കണത് ഞാനല്ല, മൈക്കിൾ ജാക്സൺ ആണ്, ലയണൽ റിച്ചിയാണ്. സോ നമുക്ക് അവരെ അനുസരിച്ചാലോ? അനുസരിക്കാം, അല്ലേ? We will make a change together, you and me. You and me together will make a change. As God has shown us by turning stone to bread, so we all must lend a helping hand. ദൈവം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ദൈവം എന്താ കാണിച്ചു തന്നത്? കല്ല്, അല്ലേ? കല്ലപ്പമാക്കി ആക്കാനുള്ള ഇത് ബൈബിൾ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ ദൈവം അങ്ങനെ കാണിച്ചു തന്നേക്കണത് നമ്മളും ആ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് വിശക്കുമ്പോൾ ദൈവം മാത്രമല്ല തിന്നത്. He gave everyone food എന്നാണ് പറയുന്നത്. So we also must do the same. ഞാൻ തിന്നണുണ്ടോ, എൻ്റെ അടുത്തിരിക്കുന്നവനും തിന്നണുണ്ടോ എന്നൊന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അങ്ങനെ അടുത്തിരിക്കുന്നവനെ നോക്കി നോക്കി വരുമ്പോൾ എല്ലാവരും ആയി. ക്ലാസ്സിൽ ഫുഡ് കൊണ്ടുവരാത്തിരുന്ന ഒരാൾക്ക് നിങ്ങൾ എന്തായിരിക്കും ചെയ്യണം? ആ കുട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ കറി കൂട്ടി കഴിക്കുന്നത്, അല്ലേ? അതല്ലേ സത്യം? മിസ്സൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെയായിരുന്നു. നിങ്ങൾ അങ്ങനെയാണോ? അതോ ആ കുട്ടി ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കില്ലേ? ചിലപ്പോൾ വീട്ടിലെ അവസ്ഥകൾ കൊണ്ടായിരിക്കും, എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടിട്ടായിരിക്കും ഫുഡ് കൊണ്ടുവരാത്തത്, ചിലപ്പോൾ മറന്നു പോയതായിരിക്കും, ഇല്ലേ? എന്തോ ആവാം, കാരണം എന്തോ ആവട്ടെ. പക്ഷെ ആ കുട്ടി ഫുഡ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ആ ഫുഡ് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് അന്വേഷിക്കാൻ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങൾ പ്രതികരിക്കുക? ഒരു വണ്ടർഫുൾ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഒരു കുട്ടി ടിഫിൻ ബോക്സ് തുറന്നു നോക്കുമ്പോൾ ഫുഡൊന്നുമില്ല. അപ്പോൾ കുട്ടി എണീറ്റ് പോകും, ലഞ്ച് ബ്രേക്ക് ആണല്ലോ, എണീറ്റ് പോയിട്ട് വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോൾ ടിഫിൻ ബോക്സ് എടുത്ത് ബാഗിൽ വെക്കാൻ പോകുമ്പോഴാണ് ടിഫിൻ ബോക്സിന് വെയിറ്റ്. എന്താ സംഭവം നോക്കുമ്പോൾ ആ ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടിഫിൻ ഐറ്റംസ് ആ ലഞ്ച് ബോക്സിലുണ്ട്. പറയാതെ പറയുന്ന ആ കാര്യം, ആ ഒരു വീഡിയോ പോലും എത്ര മനോഹരമാണ്. സോ നമുക്കും ചെയ്യാം. സ്റ്റാർട്ട് ഗിവിങ്. അണ്ടർസ്റ്റുഡ് അല്ലേ? ക്ലിയർ അല്ലേ? When you are down and out, there seems no hope at all. But if you just believe, there is no way we can fall. Well, let's realize that a change can only come when we stand together as one. When we stand together as one. മനസ്സിലായോ എന്താണ് പോയം പറയണ? പോയത്തിലെ ലാസ്റ്റ് ലിറിക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. When you are down and out, there seems no hope at all. നമ്മൾ തളർന്നിരിക്കുന്ന സമയത്ത്, നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഒരു പ്രതീക്ഷ പോലും ഇല്ല എന്ന് നമുക്ക് തോന്നും, ഇല്ലേ? ഒരു പ്രതീക്ഷ. പക്ഷേ ഇഫ് യു ജസ്റ്റ് ബിലീവ് ദർ ഇസ് നോ വേ വി ക്യാൻ ഫോൾ. പക്ഷെ വിചാരിക്കുക, ഞാൻ ഇതിൽ വീഴില്ല, ഞാൻ വീഴാൻ ഒരു വഴിയില്ല എന്ന് വിചാരിച്ചാൽ well, when you are completely distressed and helpless, believe that there is no way for you to fall. Everything will be fine one day. അത് തന്നെയാണ് നമ്മളെ ജീവിപ്പിക്കുന്ന ഒരു പ്രതീക്ഷ. One day everything will be fine. That is a thought that gives us life, അല്ലേ? നമ്മളെ ജീവിപ്പിക്കുന്ന സുന്ദരമായ വരികൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എല്ലാം ശരിയാകും, അല്ലേ? ഒരു ദിവസം. അതാണ് നമ്മുടെ പ്രതീക്ഷ. എന്നെങ്കിലും എൻ്റെ ദിവസവും വരും. എവറി ഡോഗ് ഹാസ് എ ഡേ പോലെ എൻ്റെ ദിവസവും എന്നെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമ്മളെ നിലനിർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരിക, സൂയിസൈഡ് ഒരിക്കലും ഒരു പരിഹാരമല്ല. നമ്മൾ ഒരിക്കലും വീഴില്ല. ഇതൊക്കെ എന്ന് നാളെ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇത്ര നിസ്സാരമായ പ്രശ്നമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം മാത്രമാണത്. ഓക്കെ, സോ എത്ര വലിയ പ്രശ്നമാവട്ടെ, നിസ്സാരം എന്ന് ഞാൻ പറയുന്നില്ല, വലുതാവട്ടെ, എന്ത് തന്നെ വന്നാലും ഫേസ് ചെയ്യുക. പീരുക്കളാവരുത് നമുക്ക് നമ്മുടെ ജീവൻ എടുക്കാൻ ഒരിക്കലും ഒരു അവകാശമില്ല. അപ്പോൾ മറ്റുള്ളവർക്കും ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ അവരുടെ പ്രശ്നങ്ങളിലും അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാൻ ശ്രമിക്കുക.
Let us realize that a change can only come when we stand together as one. നമുക്ക് തീരുമാനിക്കാം, നമുക്ക് തിരിച്ചറിയാം, റിയലൈസ് ചെയ്യാം എന്താണ് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കണം. When we stand together as one, നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഭൂമിയിൽ ചേഞ്ച് കൊണ്ടുവരാൻ, ലോകത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? നമ്മൾ പ്രതികരിക്കാൻ പഠിക്കണം. അല്ലാതെ ഇതെന്റെ ജോലിയല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാറ്റവും എങ്ങും വരാൻ പോകുന്നില്ല. We all should recognize that we must stay together for a complete change. ജനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഭരണകർത്താക്കൾക്ക് പോലും ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? So we must stay together, we must stand together. That is the thing the poem says. Wonderful thing അല്ലേ? അപ്പൊ ആ പോയം കഴിഞ്ഞു. എനിവേ, we are the world highlights the need of the hour to stand together. ഇത് ഈ ലിറിക്സ് നമ്മളോട് എന്താണ് പറയുന്നത്? ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ ഒരുമിച്ച് നിൽക്കുന്നതിന്റെ ആവശ്യകതയാണ്. The need of the hour to stand together. Lending a hand to life is the greatest gift of all. Which is the greatest gift of all? Lending a hand to life. അതാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. We cannot go on pretending that someone somewhere will make a change. നമുക്കൊരിക്കലും വിചാരിക്കാൻ പാടില്ല മറ്റൊരാളാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളത്. അങ്ങനെയല്ല, നമ്മളാണ് അതിന്റെ ഉത്തരവാദികൾ. ഓക്കെ, we have to stop acting like that. When we work with unity, നമ്മളൊരു യൂണിറ്റിയോടെ പെർഫോം ചെയ്താൽ, നമ്മളൊരു ഐക്യമത്യമായിട്ട് പെർഫോം ചെയ്താൽ, ഐക്യമത്യ മഹാബലം കേട്ടിട്ടില്ലേ? അവിടെ എന്ത് ചെയ്യാം? We can make the world a better place. നമുക്ക് ഈ ഭൂമി ഒരു കുറച്ചും കൂടി മനോഹരമാക്കി ഒരു സ്ഥലമാക്കി മാറ്റാൻ പറ്റും. The poet says that people are not helping each other. പോയിറ്റ് എന്താണ് പറയുന്നത്? ജനങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സഹായിക്കുന്നില്ല. അവരവർക്ക് അവരവരുടെ കാര്യം മാത്രമാണ് വലുത്. The emotion that the lyrics are creating is empathy and love. Sympathy അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് സ്നേഹവും എംപതിയാണ്. മറ്റൊരാൾക്ക് വരുന്ന അതേ എഫക്റ്റ്, അതേ ഇമ്പാക്ട് നമുക്കും ഉണ്ടാവണം അയാളുടെ പ്രശ്നത്തിൽ. That is what is called empathy. സിമ്പതി എന്ന് പറയുമ്പോൾ സഹതാപം. ഓക്കെ, സഹതാപം അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് നമ്മുടെ മക്കളിലാണെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിലാണെങ്കിലും നമ്മുടെ പാരൻസ് എല്ലാവർക്കും വേണ്ട ഒരേ ഇമോഷൻ എന്ന് പറയുന്നത് എംപതിയാണ്. അങ്ങനെ വരുമ്പോൾ വേൾഡ് വിൽ ബി എ ബെറ്റർ പ്ലേസ്. അതാണ് നമുക്കില്ലാത്തതും, നമുക്ക് കുറവ് വരുന്നതും അതാണ്. നമുക്ക് കുറഞ്ഞു വരുന്ന ഒരു ഫീലിംഗ് എംപതിയാണ്. The lyrics create a sense of empathy and not sympathy, because instead of pitying those people, we should try putting ourselves in their shoes, and by doing so, we can try to understand and how critical their situation is, and instead of just pitying them, we make a change. അപ്പം എന്താണ്, നമ്മൾ ഒരാളുടെ ഒരു പ്രോബ്ലം കണ്ടു, അപ്പം നമ്മൾ എന്താണ് ഇവിടെ വിചാരിക്കുന്നത്? പാവം, കഷ്ടമല്ലേ എന്ന് വിചാരിക്കാം. പകരം യു മസ്റ്റ് അല്ലെങ്കിൽ യു മസ്റ്റ് ട്രൈ ദെയർ ഷൂസ് എന്ന് പറയുന്നത് അവരുടെ പ്രശ്നത്തിൽ നിങ്ങളുടെ പ്രശ്നമാണ്, അവരുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്നൊന്ന് വിചാരിച്ചു നോക്കി. അപ്പം അറിയാം അവർ എന്ത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. അങ്ങനെ ഒരു സംതിങ് ആണ് വേണ്ടത് ഇവിടെ. യു മസ്റ്റ് ട്രൈ പുട്ടിങ് അവർ സെൽസ് ഇൻ ദെയർ ഷൂസ്. മനസ്സിലായോ? അവരുടെ സിറ്റുവേഷൻ നമ്മുടെ സിറ്റുവേഷൻ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ക്രിട്ടിക്കൽ ആണ് അവരുടെ സിറ്റുവേഷൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അല്ലാതെ സിമ്പതി കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകില്ല. എംപതിയാണ് വേണ്ടത്. നോ സിമ്പതി, വി നീഡ് എംപതി ആൻഡ് ലവ്. ക്ലിയർ അല്ലേ? നമുക്ക് വേണ്ടാത്തത് എന്താണ്? സിമ്പതി വേണ്ട. വി ഡോണ്ട് നീഡ് സിമ്പതി, ബട്ട് വി നീഡ് എന്താണ്? നീഡ് എംപതി ആൻഡ് ലവ്. ഈ പോയിന്റ് മാത്രം ഓർത്താൽ മതി, ഈ ഭൂമിയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. ക്ലിയർ? ലവ് വേണം, നമുക്ക് ഹെൽപ്പിംഗ് ഹാൻഡ് ആവണം, നമ്മൾ മറ്റുള്ളവരെ ലിസൺ ചെയ്യണം. സോ എ സിമ്പിൾ പോയം വിച്ച് സേസ് ലോട്ട്സ് ഓഫ് തിങ്സ്. ദാറ്റ് ഈസ് വാട്ട് വി ടോൾഡ്. ഒരു കലയ്ക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞത് അതുകൊണ്ടിട്ടാണ്. മാറ്റം വരുത്താൻ പറ്റില്ലേ? യെസ്, വി ക്യാൻ, വി മസ്റ്റ്. നമുക്ക് പറ്റും, നമ്മളൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം, സ്റ്റാർട്ട് ഫ്രം യുവർ നെയ്ബർഹുഡ്, സ്റ്റാർട്ട് ഫ്രം യുവർ സ്കൂൾ, ഓൾ ദീസ് തിങ്സ്. മനസ്സിലായല്ലോ? നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം, ചുറ്റുപാടും നോക്കാം, ക്ലാസ്സിലും നോക്കാം, അത് കഴിഞ്ഞ് സ്കൂള്, അത് കഴിഞ്ഞ് പിന്നെ വലിയ വലിയ തലങ്ങളിലോട്ട് നമുക്ക് പോകാം. ചുറ്റുമുള്ളവരിൽ നമ്മളെ കാണാൻ നമുക്ക് പറ്റണം. അവരുടെ പ്രശ്നങ്ങളും നമ്മളുടേതാവാൻ പറ്റണം. സോ മനസ്സിലായല്ലോ? നമ്മൾ പോയം കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കട്ടിയായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്, എല്ലാവർക്കും മനസ്സിലാവണ വിധത്തിൽ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഈ പോയത്തിന് ഒരു സോങ് വേർഷൻ
ഇത് അവൈലബിൾ ആണ്. സോ നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം. There comes a time when we heed a certain call, when the world must come together as one. There are people dying. Oh, when it's time to lend a hand to life, the greatest gift of all. We can't go on pretending day by day that someone somewhere will soon make a change. We all a part of God's great big family, and the truth, you know, love is all we need. We are the world, we are the children, we are the ones who make a brighter day, so let's start giving. There's a choice we're making, we're saving our own lives. It's true, we make a better day, just you and me. Well, send them your heart, so they know that someone cares, and their lives will Be stronger and free, as God has shown us by turning stone to bread. And so we all must lend a helping hand. We are the world, we are the children, We are the one to make a brighter day, so let's start giving. oh, there's a choice we're making, we're saving our lives. It's true, we make a better day, just you and me. When you're down and out, and there seems no hope at all. But if you just believe, there's nowhere we can fall. Well, let's realize, oh, that a change can only come when we Stand together as one. We are the children, we are the ones who make a brighter day, so let's start giving. There's a choice we're making, we're saving our own lives, so we'll make a better day, just you and me. സോ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ട് നല്ലൊരു മൂഡിലിരിക്കുവാണല്ലേ, അല്ലേ? ആ പാട്ടിലോട്ട് അങ്ങോട്ട് ഇഴുകി ചേർന്നില്ലേ? ഇപ്പോൾ ഓരോ വരികളും നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വി ക്യാൻ ലിസൺ ഇറ്റ് ഓവർ ആൻഡ് അഗെയിൻ, അല്ലേ? അങ്ങനെ ഒരു സംഭവം ഇല്ലേ? നമ്മുടെ ആ വരികൾ നമ്മൾ ഹൃദയത്തിലോട്ടാണ് കയറി പോകുന്നത്. അപ്പോൾ നമുക്കത് തനിച്ചിരിക്കുമ്പോൾ പോലും ആ വരികളുടെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് മിസ് ഇവിടെ സോങ് പ്ലേ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, ഇല്ലേ? ഇറ്റ് വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ് ടു ലിസൺ ടു MJ സോങ്. MJ പാടുന്ന MJയുടെ സൗണ്ടും കൂടി ആകുമ്പോൾ വൗ, അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അതിലെ ഓരോ വരികളും നമ്മൾക്ക് പ്രാവർത്തികമാക്കാനുള്ള വരികളാണ്, വെറുതെ കേട്ടിട്ട് മറന്നു കളയാനുള്ള വരികളല്ല, അല്ലേ? ഓരോ ചേഞ്ചും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കണമെന്നും ദ യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് കവി അല്ലെങ്കിൽ നമ്മുടെ ലിറിസിസ്റ്റ് പറയാതെ പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റൻ ആൻസേഴ്സ് നോക്കാം. കുറച്ച് ആക്ടിവിറ്റീസ് മാത്രമുള്ള ഒരു ചെറിയ ചാപ്റ്ററാണിത്, അല്ലേ? ചാപ്റ്റർ 4 എന്ന് പറയുന്നത് വി ആർ ദ വേൾഡ്. ഇറ്റ്സ് എ വെരി ഷോർട്ട് ലെസൺ. പോയമാണ്. പോയം തന്നെ പോയത്തിലാണ് ഇത്തിരി വലിപ്പമുള്ളത്. ബാക്കി ആക്ടിവിറ്റീസ് ഒക്കെ വളരെ കുറച്ചേ ഉള്ളൂ. വളരെ കുറച്ചല്ല, ക്വസ്റ്റൻ ആൻസേഴ്സ് മാത്രമേ ഉള്ളൂ. സോ വിൽ ലുക്ക് അറ്റ് ദ ക്വസ്റ്റൻ ആൻസേഴ്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ ലിറിസിസ്റ്റ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ? വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്? എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം എന്നാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനം? ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് MJ ആൻഡ് ലയണൽ റിച്ചിയാണ്. അവരുടെ അഭിപ്രായ പ്രകാരം വിച്ച് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്? വാട്ട് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്? ലെൻഡിങ് എ ഹാൻഡ് ടു ദ ലൈഫ് ഓഫ് അതേഴ്സ്. അതാണ് ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. അക്കോർഡിംഗ് ടു ദ ലിറിസിസ്റ്റ്, ലെൻഡിങ് എ ഹാൻഡ് ടു ദ ലൈഫ് ഓഫ് അതേഴ്സ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ഓൾ. ക്ലിയർ അല്ലേ? വ്യക്തമല്ലേ? അതാണ് ഏറ്റവും വലിയ സഹായം എന്നാണ്
MJയും ലയണൽ റിച്ചിയും പറയുന്നത്. സെക്കൻഡ് വൺ, വൈ ഡു യു തിങ്ക് വി കാൺ ഗോ ഓൺ പ്രിറ്റൻഡിങ് ഫോർ എവർ? എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും പ്രിറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല, എപ്പോഴും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്? വൈ? ബിക്കോസ് വി കാൺ ഗോ ഓൺ പ്രിറ്റൻഡിങ് ഫോർ എവർ ദാറ്റ് സമ്മൺ വിൽ സൂൺ മേക്ക് എ ചേഞ്ച് സംവെയർ. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പോയറ്റ്സ് പറയുന്നത്. ക്ലിയർ അല്ലേ? സെക്കൻഡ് ആൻസറും സിമ്പിളാണ്. ഈ പോയം, ഈ ലിറിക്സ് വായിക്കുമ്പോൾ, ഈ ലിറിക്സ് കേൾക്കുമ്പോൾ ഇതിൻ്റെ ഓരോ വരികളും നമുക്ക് മനസ്സിലാക്കി പറ്റിയെങ്കിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് പാർട്ട് ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഇറ്റ്സ് ട്രൂ. തേർഡ് വൺ, ഇറ്റ്സ് ട്രൂ വി വിൽ മേക്ക് എ ബെറ്റർ ഡേ ജസ്റ്റ് യു ആൻഡ് മീ. നൗ ഹൗ? എങ്ങനെയാണ് നീയും ഞാനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഈ ലോകം ഒരു ബെറ്റർ ഡേ, അല്ലെങ്കിൽ ഈ ലോകം ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാൻ പറ്റുക? ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് എ ബെറ്റർ ഡേ? എങ്ങനെയാണ് നമുക്കത് മാറ്റാൻ പറ്റുക? മാറ്റാൻ പറ്റുമോ? പറ്റുമല്ലോ അല്ലേ? വെൻ വി വർക്ക് ഇൻ പെർഫെക്റ്റ് യൂണിസൺ. നമ്മളൊരു ഐക്യത്തോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് എന്നാണ് പറയുന്നത്. ഈ ലോകത്തെ, ഇപ്പൊ ലോകം ബെറ്റർ ആണോ? വാട്ട് ഡു യു തിങ്ക്? നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഒരു നല്ല മനോഹരമായ സ്ഥലമാണോ? ഇവിടെ ജീവിക്കാൻ പറ്റിയ അവസ്ഥയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവസ്ഥയാണോ? മാറ്റം വേണം തോന്നണില്ലേ? എവിടെയെങ്കിലുമൊക്കെ തോന്നണില്ലേ? മാറ്റം വേണം എന്ന് തോന്നണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നടക്കുന്നതൊന്നും അറിയുന്നില്ലെന്നാണ് അർത്ഥം. അപ്പൊ മാറ്റം വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരുമിച്ച് നിൽക്കണം എന്നാണ് പറയുന്നത്. സോ വി ഹാവ് ടു വർക്ക് ഇൻ പെർഫെക്റ്റ് യൂണിസൺ, നല്ലൊരു ഐക്യത്തോടുകൂടി. അല്ലാതെ ഞാനൊരു തീരുമാനം എടുത്താൽ എൻ്റെ ഒപ്പം നിൽക്കില്ല എന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഐക്യമൊന്നുമില്ല, ഇല്ലേ? നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മളുടെ തീരുമാനങ്ങളും ഒന്നായാൽ മാത്രമാണ് നമുക്കൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. ഈ ലോകം തന്നെ ഒരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഓക്കെ. ഫോർത്ത് വൺ, വെൻ വിൽ എ ചേഞ്ച് റിയലി കം അക്കോർഡിംഗ് ടു ദ ലിറിസിസ്റ്റ്? എപ്പോഴാണ് ഈ ലോകത്തൊരു മാറ്റം സംഭവിക്കുക? എപ്പോഴായിരിക്കും സംഭവിക്കുക? എ ചേഞ്ച് ക്യാൻ ഒൺലി കം വെൻ വി സ്റ്റാൻഡ് ടുഗെദർ ആസ് വൺ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്നാൽ മാത്രമാണ് എന്ത് വരിക? ഒരു മാറ്റം സംഭവിക്കുകയുള്ളൂ. സോ വാട്ട് ഇസ് ദ തിങ് വി ഹാവ് ടു ഡു? വി ഹാവ് ടു സ്റ്റാൻഡ് ടുഗെദർ ആസ് വൺ. അത്രേ ഉള്ളൂ. അവനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു, നമുക്കിവിടെ വേണ്ടത് സിമ്പതി അല്ല. വി ഡോണ്ട് വാണ്ട് സിമ്പതി ഓവർ ഹിയർ. സിമ്പതി എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ അവനൊരു പ്രശ്നം വന്നു, ഓ കഷ്ടമായിപ്പോയി, ദാറ്റ് ഇസ് സിമ്പതി. നമുക്ക് വേണ്ടത് സിമ്പതി അല്ല. നമ്മൾ അവൻ്റെ പ്രശ്നങ്ങൾ കണ്ട് അവൻ്റെ പ്രശ്നങ്ങൾ എൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ച് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മുന്നിട്ടിറങ്ങണം. ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് എംപതി. ഈ സിമ്പതിയും എംപതിയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ലോകം മനോഹരമാണ്. സിമ്പതി വേണ്ട. സിമ്പതി എന്ന് പറയുന്നത് ഒരാളോട് തോന്നുന്ന ഒരു ദയ അല്ലെങ്കിൽ ഒരു പിറ്റി, അത് വേണ്ട. നമുക്ക് വേണ്ടത് എംപതിയാണ്. ക്ലിയർ അല്ലേ? Going to the fifth question. What might have prompted the lyricist to sing a song like this? എന്തായിരിക്കും ഈ ലിറിസിസ്റ്റിനെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. പ്രോംപ്റ്റഡ്, പ്രേരിപ്പിക്കുക. ലവ് ഫോർ ദ മാൻകൈൻഡ്. ഫസ്റ്റ് തിങ്, ലവ് ഫോർ ദ മാൻകൈൻഡ് ആണ്. മനുഷ്യവർഗത്തിനോടുള്ള സ്നേഹം. ഉണ്ടോ സ്നേഹം? എനിക്ക് എന്നോടാണോ സ്നേഹം? എനിക്ക് എൻ്റെ ഫാമിലിയോടാണോ സ്നേഹം? എനിക്ക് വേണ്ടത് മനുഷ്യവർഗത്തോട് മൊത്തമായിട്ടുള്ള സ്നേഹമാണ്. എല്ലാ ജീവജാലങ്ങളോടും കാണിക്കാം കേട്ടോ, മനുഷ്യൻ എന്ന് മാത്രമല്ല. യു ക്യാൻ ലവ് ദ എൻറ്റയർ ലിവിങ് ആൻഡ് ഓർഗാനിസംസ്. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് യു ഹാവ് ടു ഷോ ദ ലവ് ടുവേർഡ്സ് മാൻ എന്നും പറയുന്നില്ല. ഇവിടെ പറയുന്നത് ലവ് ഫോർ ദ മാൻകൈൻഡ് ആണ്, മനുഷ്യവർഗത്തിനോടുള്ള സ്നേഹം. ആൻഡ് ദ സീയിങ് ദ സഫറിങ്സ്, അല്ലേ? സീയിങ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ. ഈ മനുഷ്യകുലത്തിൻ്റെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദുരിതങ്ങളും ഒക്കെ കണ്ട് മനസ്സ് വിഷമിച്ചിട്ടാണ് അവരെ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, എഴുതുന്നത്. അതുകൊണ്ടിട്ടാണ് ഇത്രയും വണ്ടർഫുൾ ലിറിക്സ് എഴുതാൻ പറ്റിയത്. മനസ്സിലായോ? അവർ ജീവിക്കുന്നത്, അവർ കാണുന്ന കാഴ്ചകൾ, അവർ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഇങ്ങനൊരു സോങ് എഴുതിയേക്കുന്നത്. അപ്പോൾ സോ വാട്ട് ഈസ് ദ തിങ്സ് ദാറ്റ് പ്രോംപ്റ്റഡ് ദ ലിറിസിസ്റ്റ് ടു റൈറ്റ് എ സോങ് ലൈക്ക് ദിസ്? ലവ് ഫോർ ദ മാൻകൈൻഡ് ആൻഡ് സീയിങ് ദ സഫറിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. MJയുടെ ചുറ്റുമുള്ള പീപ്പിൾ അല്ല, ലയണൽ റിച്ചിയുടെ ചുറ്റുമുള്ള പീപ്പിളെ കുറിച്ചല്ല പറയുന്നത്. പീപ്പിൾ അറൗണ്ട് ദ വേൾഡ് ആണ്. ഈ ലോകത്തിന് എല്ലാ ആൾക്കാരുടെയും സഫറിങ്സ്. ഒരാൾ മാത്രമാണോ സഫർ ചെയ്യുന്നത്? എല്ലാവരും സഫറിങ്സ് ഉള്ളവരാണ്. എല്ലാവർക്കും ഒന്നോ അതിലധികമോ പ്രശ്നങ്ങളുള്ളവരാ. നിങ്ങൾക്കില്ലേ പ്രശ്നങ്ങൾ? ഇപ്പം ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, വലുതാകുമ്പോഴുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു ഊഹവും കിട്ടാത്ത, അല്ലേ?
ഉത്തരമറിയാത്ത കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പോലെയാണ് ജീവിതം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ അതായിരിക്കും ഈ ലിറിസിസ്റ്റിനെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. സോ ആക്ടിവിറ്റി 1 തീർന്നു. സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഈ സോങ് നിങ്ങൾ കേട്ടല്ലോ, ഈ സോങ്ങിന് നിങ്ങൾക്ക് തന്നെ മ്യൂസിക് കൊടുക്കാൻ പറ്റുമെന്നാണ്. ക്യാൻ യു കമ്പോസ് എ മ്യൂസിക് ഫോർ ദാറ്റ് സോങ്? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എനിക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ മ്യൂസിഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്ന് ആ ട്യൂൺ, MJ പാടിയ ആ ട്യൂണിൽ നിന്ന് വേറൊരു ട്യൂൺ കമ്പോസ് ചെയ്ത് നോക്കുക, എന്നിട്ടൊന്ന് പാടി നോക്കുക. ഹൗ ഇറ്റ് വിൽ കം. കേൾക്കാൻ രസമുണ്ടാവും, കേൾക്കാൻ ഇമ്പുള്ളതാണോ എന്നൊക്കെ നോക്കുക. സോ ദാറ്റ് ഈസ് ദ ആക്ടിവിറ്റി. സോ നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഈ ആൻസേഴ്സ് ഒക്കെ എടുത്തിരിക്കുന്നത് എക്സാം പോയിന്റ് ബുക്സിൽ നിന്നാണ്. അപ്പോൾ എല്ലാവർക്കും വ്യക്തമല്ലേ? ചാപ്റ്റർ മനസ്സിലായി, ക്വസ്റ്റ്യൻ ആൻസേഴ്സും മനസ്സിലായി. ക്ലിയർ അല്ലേ? So we have completed all the activities and listened to the wonderful poem. What was the poem about? എന്തായിരുന്നു? To give something, അല്ലേ? Start giving. അതാണ് ഫസ്റ്റ് തിങ് പോയം പറയുന്നത്. സ്റ്റാർട്ട് ഗീവിങ്. കൊടുക്കാൻ പഠിക്കുക. എന്തൊക്കെ കൊടുക്കാം? എന്ത് വേണേലും കൊടുക്കാം, നല്ലത് മാത്രം, അല്ലേ? സോ സ്റ്റാർട്ട് ഗിവിങ്. ഈ ലോകത്തിലെ സഫറിങ്സ് കണ്ട് ചുമ്മാ ഇരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്റ്റാർട്ട് ഗീവിങ്. ദെൻ ലെൻഡ് a helping hand to others, to the sufferings. We can do so many things, അല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് എല്ലാത്തിലും ഉപരി നമുക്ക് എന്താണ് വേണ്ടത്? ലവ് ഈസ് ഓൾ വി നീഡ്. നമുക്ക് വേണ്ടത് സ്നേഹമാണ്. അപ്പോൾ അത് ഒരു ദുരിതത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് കിട്ടുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ മനസ്സിലാവുന്നത്? എന്നെ കെയർ ചെയ്യുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ട്. ആ തോട്ട് മതിയാകും, ആ ഒരൊറ്റ തോട്ട് മതിയാകും അയാൾക്ക് അയാളുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ, അത് സോൾവ് ചെയ്യാൻ, അയാൾക്ക് മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ. മനസ്സിലായല്ലോ? സോ ലവ് ഈസ് ഓൾ വി നീഡ്. സോ ഫോർ ദാറ്റ് വാട്ട് വി ഹാവ് ടു ഡു? വി ഹാവ് ടു ഗീവ്. വി ഹാവ് ടു സ്റ്റാർട്ട് ഗിവിങ് അറ്റ്ലീസ്റ്റ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. മനസ്സിലായല്ലോ? പിന്നെ നമ്മളാണ് ഈ ലോകം, നമ്മളാണ് ഈ ലോകത്തിലെ മക്കൾ. ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ഈ ലോകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. So we have to stand together as one in perfect unison. That is what this poem is about. I hope you understood. അല്ലേ? വളരെ വ്യക്തമാണ്, കാരണം വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അർത്ഥം അറിയാത്ത ഒരൊറ്റ വേർഡ് പോലും പോയത്തിലില്ല എന്നുള്ളതാണ്. The song is simple, so simple. Understood അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? So we have completed the entire activities and the poem. So പിന്നെന്താ ഇതിൽ വ്യക്തമല്ലാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഓവറാണ്. ഇനി എക്സാംസ് വരുമ്പോൾ നമുക്കിത് പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സോങ്ങും കേട്ട് നമുക്ക് എല്ലാം ഹൃദയസ്ഥമായി, ബൈ ഹാർട്ടാണ്. സോ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു ചിൽഡ്രൻ.